എന്തൊരു വാശിയാണ് അവൾക്ക്. അവളുടെ വാശി കണ്ടില്ലേ? പെണ്ണുങ്ങൾക്ക് ഇത്ര വാശി പാടുണ്ടോ? അവളുമാരുടെ വാശിക്കിട്ട് നല്ലൊരു പണി കൊടുക്കണം എന്നിങ്ങനെയുള്ള വാക്യങ്ങൾ ഇപ്പോഴും നമ്മുടെ പൊതുസമൂഹത്തിൽ പുരുഷന്മാരിൽ നിന്ന് മാത്രമല്ല പലപ്പോഴും സ്ത്രീകളിൽ നിന്ന് തന്നെയും ഉയർന്നു കേൾക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു മാസമായി പ്രമുഖ ഫെമിനിസ്റ്റ് സൈദ്ധാന്തികയും കേരളത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള അടിസ്ഥാന സ്ത്രീ വിഭാഗങ്ങൾക്കിടയിൽ അവരിൽ ഒരാളെ പോലെ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എഴുത്തുകാരിയും പരിഭാഷകയും ഗവേഷകയും തിരുവനന്തപുരം സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ പ്രൊഫസറുമായ ജെ ദേവികയുടെ ഈ പുസ്തകം വായിച്ചു തീർന്നതോടെ വാശിക്കാരിയായ സ്ത്രീക്ക് എന്തൊരു ഗരിമയും ഉയരവും തനിമയുമാണ് എന്ന് കൂടുതൽ വ്യക്തമാവുകയാണ്. ഈ പുസ്തകത്തിൻ്റെ പേര് സത്യവാദിനിയും സ്വാതന്ത്ര്യവാദിനിയും. ഡോക്ടർ ജെ ദേവിക 2018-24 കാലഘട്ടത്തിൽ കേരളത്തിലെ സ്ത്രീപക്ഷ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലാകെയുണ്ടായ സൂക്ഷ്മമായ പരിണാമങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് പരിശോധിച്ച് വിശകലനം ചെയ്ത് വിമർശനാത്മകമായി എഴുതിയിട്ടുള്ള ഗവേഷണ സ്വഭാവമുള്ള 23 ഉപന്യാസങ്ങളുടെ സമാഹാരമാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന സത്യവാദിനിയും സ്വാതന്ത്ര്യവാദിനിയും എന്ന പുസ്തകം. ഫെമിനിസവും കുടുംബഘടനയും പാറഖനനം ചെയ്യുന്ന സ്ത്രീകളും തീരദേശങ്ങളിലെ സ്ത്രീകളുടെ തൊഴിലിടങ്ങളും അവരുടെ ബാല്യകൗമാരങ്ങളും അടക്കം വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന 415 താളുകളുള്ള ഈ പുസ്തകത്തെ 6 ഭാഗങ്ങളായിട്ടാണ് ഇനം തിരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1-2 വാക്യത്തിൽ ഈ ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള എൻ്റെ വായനാനുഭവം പങ്കുവയ്ക്കാൻ പ്രയാസമായിരിക്കും. എങ്കിൽ പോലും ഒറ്റ വാക്യത്തിൽ ഈ പുസ്തകത്തെ വിശേഷിപ്പിക്കാൻ പറഞ്ഞാൽ ഞാൻ പറയുക ഇങ്ങനെയായിരിക്കും. ഒരു പക്ഷേ 19-ാം നൂറ്റാണ്ടിൽ മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന ചാന്നാർ ലഹളയിൽ പങ്കെടുത്ത സ്ത്രീകൾ മേൽമുണ്ട് ധരിച്ചതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെട്ടിട്ടും വീണ്ടും മേൽമുണ്ട് ധരിച്ച് പുറത്തിറങ്ങി പിന്നെയും ആക്രമിക്കപ്പെട്ടിട്ടും ആ പ്രക്ഷോഭം തുടരാൻ അവരെ പ്രേരിപ്പിച്ച മനോവികാരത്തെ അന്നത്തെ ഒരു മിഷണറി വിശേഷിപ്പിച്ചത് ലഹളയ്ക്ക് കാരണം അവരുടെ സ്ത്രീവാശിയാണ് എന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ പുസ്തകത്തിലുടനീളം ഏത് വിഷയത്തിലായാലും നമ്മുടെ ഇപ്പോഴത്തെ സ്ത്രീ സമൂഹം മൊത്തത്തിൽ അതേ സ്ത്രീവാശി പുതിയ കാലത്തിന് ചേരുന്ന രീതിയിൽ തുടരുക തന്നെ വേണമെന്ന് ഉറപ്പിച്ച് പറയുന്ന പുസ്തകമാണ് സത്യവാദിനിയും സ്വാതന്ത്ര്യവാദിനിയും എന്നാണ്. ഈ പുസ്തകം എഴുതിയ ഡോക്ടർ ജെ ദേവിക നമ്മോടൊപ്പം ചേരുന്നു. സ്വാഗതം. ഒറ്റ വാക്കിൽ ഞാൻ ഈ പുസ്തകത്തെ വിശേഷിപ്പിക്കാൻ കാണിച്ച ഈ സാഹസം ശരിയാണോ? അത് ഉചിതമായോ? അത് ശരി തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ വാശി എന്നുള്ളത് മനസ്സിലാക്കുന്നത് എന്തെന്നനുസരിച്ചും കൂടി ഇരിക്കും. വാശി എന്നത് ഈ പറയുന്ന ഒരു മറ്റെല്ലാവർക്കും അസൗകര്യം മാത്രം ഉണ്ടാക്കുന്ന കടുംപിടുത്തം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതിന് കുറെ വിമർശനമൊക്കെ പറയുമായിരിക്കും. പക്ഷേ വാശി എന്നാൽ ചില നിലപാടുകളെ, ചില നല്ല അടിത്തറയുള്ള ചില നിലപാടുകളെ നിരന്തരം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണെങ്കിൽ അതിന് വേറെ ഒരു അർത്ഥതലം കൈവരുമല്ലോ. അപ്പം രണ്ടാമത്തെ അർത്ഥതലത്തിലുള്ള വാശിയുടെ കാര്യമാണ് സത്യത്തിൽ ഈ പുസ്തകത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ. ഈ പുസ്തകത്തെ ഒരു ആനിമേറ്റ് ചെയ്യുന്ന ഒരു നിലപാടും അത് തന്നെയായിരിക്കും. അത്രത്തോളം മനീഷ് പറഞ്ഞത് ശരി തന്നെയാണ്. ഇതിലെ ഈ സത്യവാദിനി അതേപോലെ തന്നെ സ്വാതന്ത്ര്യവാദിനി, ഈ 2 പദങ്ങളെ നമ്മൾ എടുത്തിട്ട് ഈ വായന മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉടനീളം അതിൽ പാറഖനനം അടക്കമുള്ള വിഷയങ്ങൾ വരുന്നുണ്ട്, ഭൂപ്രകൃതി അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. സാമാന്യ ജനത്തിന് പെട്ടെന്ന് താല്പര്യമുണ്ടാവണമെന്ന് നിർബന്ധമില്ലാത്ത വിഷയങ്ങളിലേക്കൊക്കെ താങ്കളുടെ ഗവേഷണ മനസ്സും പ്രവൃത്തിയും എല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുമുണ്ട്, ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ, അതിപ്പോൾ മാതൃഭൂമി, ആഴ്ചപ്പതിവ് പോലെയുള്ള ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾക്ക് വേണ്ടി എഴുതാത്ത സ്വതന്ത്രമായി ഒരു പുസ്തകത്തിന് വേണ്ടി മാത്രം എഴുതിയത് ആയതുകൊണ്ട് സ്വതവേ ഉള്ളിലുള്ള ഒരു ഭാഷ അതേപോലെ ഇതിൽ പ്രകടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആ രീതിയിലുള്ള വിവിധ വിഷയങ്ങളിലൂടെ പോകുമ്പോഴും ആ വിഷയങ്ങൾക്കൊക്കെ മുകളിൽ നിൽക്കേണ്ട സത്യവാദിനികളായ സ്വാതന്ത്ര്യവാദിനികളായ വലിയൊരു സ്ത്രീ സമൂഹത്തെ ഈ പുസ്തകം ഉന്നം വയ്ക്കുന്നു. അവരോടാണ് ഇതിൻ്റെ പുസ്തകത്തിൻ്റെ പ്രാഥമികമായ അഭിസംബോധന എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ എന്താണ് ആ സത്യവാദിനി, എന്താണ് സ്വാതന്ത്ര്യവാദിനി? സത്യം എന്ന വാക്ക് ആപേക്ഷികമാണ് പല ഘട്ടങ്ങളിലും. അതിൻ്റെ മുകളിൽ ചാർത്തപ്പെട്ടിട്ടുള്ള അനവധി അർത്ഥങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെയുണ്ട്. അപ്പോൾ ജയദേവിക
സത്യവാദിനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ഒന്ന് സൂചിപ്പിക്കാമോ? സത്യവാദിനി എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അധികാരത്തോട് സംസാരിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരു പ്രത്യേകതരം സ്ത്രീയെയാണ്. അധികാരത്തെ കാണുമ്പോൾ വണങ്ങി നിൽക്കാനോ പേടിച്ച് പിന്മാറാനോ ശ്രമിക്കാതെ അധികാരത്തോട് തുല്യനിലയിൽ സമ്മതിക്കാൻ തയ്യാറാകുന്ന സ്ത്രീയാണ്. പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്വന്തം അവസ്ഥകളെ കൂട്ടി പറയാൻ ശ്രമിക്കുകയോ കുറച്ചു പറയാൻ ശ്രമിക്കുകയോ ചെയ്യാത്ത ആളാണ്. കൂട്ടി പറയാൻ ശ്രമിക്കുമ്പോൾ അതില് ശരിക്കും പ്രതികാരത്തിന്റെ ഒക്കെ ഒരു അംശം കടന്നുകൂടും. കുറച്ചു പറയാൻ നോക്കുമ്പോൾ ഭീതിയുടെയും കീഴ്പ്പെടലിന്റെയും അംശങ്ങൾ വരും. ഇത് രണ്ടും ഇല്ലാതെ ഭരണകൂടത്തോട് സ്വന്തം അവസ്ഥകളെ പറ്റി തുറന്നു പറയാനും സ്വന്തം ജീവിതത്തിന്റെ ക്ഷതസാധ്യതകളെ ഒളിപ്പിക്കാൻ ശ്രമിക്കാതെയോ അല്ലെങ്കിൽ അതിനെ ഓർത്തു മിണ്ടാതിരിക്കുകയോ ചെയ്യാതെ അതിനെ ആലിംഗനം ചെയ്തുകൊണ്ട് അധികാരത്തെ നേരിടാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീ നിലയാണ് ശരിക്കും സത്യവാദിനിയുടെ നില. അത് ഒരു പക്ഷേ സത്യവാദിനി എപ്പോഴും സ്വാതന്ത്ര്യവാദിനി ആയിരിക്കും. പക്ഷെ സ്വാതന്ത്ര്യവാദിനി എപ്പോഴും സത്യവാദിനി ആയിക്കൊള്ളണമെന്നില്ല. ഞാൻ പറയുന്നത് 21ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നമുക്ക് ഉരുത്തിരിഞ്ഞു വരുന്ന ലിംഗ അധികാരത്തിന്റെ മാനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് ഈ സ്ത്രീകൾ സ്വാതന്ത്ര്യവാദിനികൾ മാത്രമായാൽ പോരാ, അവര് സത്യവാദിനികൾ തന്നെയാകണം എന്നാണ് ഞാൻ പറയാൻ നോക്കുന്നത്. നമ്മൾ തമ്മിലുള്ള ഈ സംഭാഷണത്തിൽ ദേവികയുടെ പല പുസ്തകങ്ങളിൽ ഒരു പുസ്തകത്തിൻ്റെ മുഖചിത്രം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിരന്തര പ്രതിപക്ഷം എന്നുള്ളതാണ്. നിരന്തര പ്രതിപക്ഷമായിരിക്കാൻ സാധിക്കുന്നത് നിരന്തരമായിട്ട് ചോദ്യങ്ങൾ ഉയർത്തുന്നതിലൂടെയുമാണ്. ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ ആ ചോദ്യം കൃത്യമായിരിക്കണം. ആ ചോദ്യത്തിൽ കെട്ടിച്ചേർക്കപ്പെട്ട അധികമായിട്ടുള്ള കാര്യങ്ങൾ വരരുത്. എന്താണോ ഉള്ളത് ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് സംസാരിക്കുക എന്നതാണല്ലോ സത്യവാദിനി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ സത്യവാദിനി ഒരു സ്ത്രീലിംഗ പദമായതുകൊണ്ടുകൂടി ഞാൻ ചോദിക്കുകയാണ്, സത്യവാദിനികളുടേതായ ഒരു സമരമാണോ ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആശമാരുടെ സമരം? ആശമാരുടെ സമരത്തിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ, ചോദ്യങ്ങൾ, അവരുടെ സമര രീതി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഒട്ടും കൂട്ടിപ്പറയാതെയും ഒട്ടും താഴ്ത്തി പറയാതെയും സത്യവാദിനിയുടേതായ രീതിയിലുള്ളൊരു സമരമാണോ? അതെ, സത്യവാദിനിയുടെ രീതിയിൽ ഉള്ള സമരം തന്നെയാണ് ആശാവർക്കർമാരുടെ സമരം. ഉദാഹരണത്തിന് അവരുടെ തൊഴിലിനെ പറ്റി പറയുമ്പോൾ ആ തൊഴില് അവർ സന്തോഷത്തോടു കൂടി ആസ്വദിച്ച് തന്നെയാണ് അവർ ചെയ്യുന്നതെന്ന് അവർ തുറന്നു പറയുന്നുണ്ട്. അതിൽ അവര് സ്വന്തം അവസ്ഥയെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി അയ്യോ ഞങ്ങൾ ഈ ജോലി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുത്തുകയാണെന്നൊന്നും പറയുന്നില്ല. തങ്ങൾ ചെയ്യുന്ന ജോലി വളരെ സന്തോഷത്തോടു കൂടി നിർവഹിക്കുകയാണെന്ന് തന്നെ പറയുകയാണ് അവര്. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവര് ഈ തങ്ങൾക്ക് മതിയായ വരുമാനം ഇതിൽ നിന്ന് കിട്ടുന്നില്ല എന്നും അതിന്റെ ഫലമായി കേരളത്തിലെ ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യർ പൊതുവെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ 10 മടങ്ങായിട്ട് അവർ അനുഭവിക്കുന്നുവെന്നും അവര് ചൂണ്ടിക്കാണിക്കുന്നത്. കൂട്ടിപ്പറയാതിരിക്കുക, കുറച്ചു പറയാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ പലതരം ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും തങ്ങൾ സർക്കാരിനെതിരൊന്നുമല്ല, തങ്ങൾക്ക് തങ്ങളുടെ അവകാശങ്ങൾ നേടിയാൽ മതി എന്ന് വീണ്ടും അവര് പറയുന്നുണ്ട്. അതേസമയം ഈ അവര് നേരിടുന്ന അവർക്കെതിരെ ഉണ്ടാകുന്ന ആക്ഷേപങ്ങളും അവരെ തെറിവിളികളും ഒന്നും വെറുതെ അവര് അയ്യോ പേടിച്ച് അതിന്റെ മുന്നിൽ തലകുനിക്കുകയൊന്നും അല്ല ചെയ്യുന്നത്. അതിന് കൃത്യവും വ്യക്തവും ആയ മറുപടികൾ അവർ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ്. അതുപോലെ ഈ പറയുന്ന എന്തുകൊണ്ട് നിങ്ങൾ കൂടുതലൊക്കെ ചോദിക്കുന്നില്ല, കൂടുതൽ അവർക്ക് തൽക്കാലം ആവശ്യമുള്ള കാര്യങ്ങൾ അവർ ചോദിക്കുന്നു. അതാണ്. അപ്പോ സത്യവാദിനികളുടെ സമരം തന്നെയാണ് അവരുടേത്, ഒരു സംശയവും വേണ്ട. ഈ ഒരു സമരം നടന്നുകൊണ്ടിരിക്കെ തന്നെ അതിൻ്റെ അരികിൽ മറ്റൊരു സമരം നടക്കുന്നത് ഈ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിലെയും പ്രത്യേകിച്ച് സ്ത്രീപക്ഷ പ്രവർത്തനങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമരത്തിൻ്റെ തൊട്ടരികിൽ തന്നെ മറ്റൊരു സമരം നടക്കുന്നുണ്ട്. അത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പദവിയിലേക്ക് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവർ ആ റാങ്ക് പട്ടികയുടെ കാലാവധി തീരുന്ന ഓരോ ദിവസത്തെയും മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന സമരമാണ്. നേരത്തെ താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി ഈ സത്യവാദിനി എന്നുള്ള വാക്കിൽ ഒരു ഗാന്ധിയൻ അംശം
ഉദ്ദേശം ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുമുണ്ട്. അപ്പോൾ അധികാരത്തിൻ്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് തങ്ങൾ സഹിച്ച ക്ഷതങ്ങളെ പറ്റിയിട്ട് അല്പം പോലും കൂട്ടാതെയും കുറയ്ക്കാതെയും പറയുകയും അത് പറഞ്ഞുകൊണ്ട് നിവർന്ന് നിൽക്കുകയും ചെയ്യുക എന്നുള്ള ശേഷിയെയാണ് നമ്മൾ സത്യത്തോട് അഭിമുഖമായിട്ട് നിൽക്കുക എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ ഈ വനിതാ ഈ പോലീസ് ഉദ്യോഗസ്ഥ പദവിയിലേക്ക് സമരം ചെയ്യുന്നവർ ഒരു വലിയ ഭരണകൂടത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് സ്വയം പീഡിപ്പിക്കുന്ന സമരം ചെയ്യുന്നു, ദയനീയതയുടെ ഒരു ആവരണം എടുത്ത് അണിയേണ്ടി വരുന്നു, ഉപ്പുകല്ലിൽ ചവിട്ടി നിന്നുകൊണ്ട് സമരം ചെയ്യുന്നു, കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിച്ചിട്ട് സമരം ചെയ്യുന്നു. ഈ ഒരു ഇതും ആശാവർക്കർമാരുടെ സമരവും തമ്മിലുള്ള അതിനെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? ഒരു കീഴ്പ്പെട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് സാഷ്ടാംഗം വീണ് സ്വയം പീഡിപ്പിക്കുന്ന ഒരു സമരമാർഗത്തിനും കൂടി സാക്ഷിയാവുന്ന വേളയിലാണ് ഞാൻ ചോദിക്കുന്നത്. അത് നമ്മളതിന് ഈ രണ്ട് സമരത്തിലും ഏർപ്പെട്ടിരിക്കുന്നവര് ഭരണകൂടത്തോട് അവർക്കുള്ള ബന്ധം രണ്ട് തരത്തിലാണെന്ന് മനസ്സിലാക്കണം. ഈ CPO സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പെൺകുട്ടികളോട് ഞാൻ പലരോടും സംസാരിച്ചിട്ടുണ്ട്. വളരെ കഷ്ടമാണ് അവരുടെ സ്ഥിതി. കാരണം അവര് പലരും വളരെ ദരിദ്ര സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ്. വളരെ വളരെ വലിയ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്ന കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്. ഇപ്പൊ പലരും ചെറിയ ജോലികൾ, അതായത് അസംഘടിത മേഖല, അനൗപചാരിക മേഖലയിലെ അതീവ ചൂഷണം നിലനിൽക്കുന്ന തൊഴിലുകളിൽ ഏർപ്പെടുന്നവരാണ്. ചെറിയ ശമ്പളം മാത്രം കിട്ടുകയുള്ളൂ. അത് ജോലി ചെയ്തുകൊണ്ട് അതിനൊപ്പം ഇരുന്ന് പഠിച്ച് പരീക്ഷ എഴുതി ഈ ജോലിയിൽ കയറാം എന്നുള്ള പ്രതീക്ഷയിൽ ഇരുന്നവരാണ്. അപ്പോ അത് മാത്രമല്ല, അവരെല്ലാം വളരെ ചെറുപ്പവുമാണ്. അപ്പൊ അതാ ഒരു വിഭാഗം. മറ്റേ വിഭാഗം എന്ന് പറഞ്ഞാല് 1990കളുടെ അവസാനം കേരളത്തിൽ നമ്മുടെ ഭരണകൂടം ഈ സ്ത്രീകളുമായിട്ട് ഉണ്ടാക്കിയ ഒരു ഉടമ്പടി, ഒരു സാമൂഹ്യ ഉടമ്പടിയുണ്ട്. അതായത് ഈ സർക്കാർവൽകൃതമായ അധ്വാനം ചെയ്യാൻ സ്ത്രീകളെ നിയോഗിക്കുകയും അതിന് പകരം സ്ത്രീകൾക്ക് ശാക്തീകരണം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയും ചെയ്ത ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടി കാലത്താണ് ഈ ആശാ വർക്കർമാർ എല്ലാവരും ഈ തൊഴിലിനെ കയറിയത്. അപ്പൊ അതിന് ഇടനില നിന്നത് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനമായ അതിലെ പ്രധാനപ്പെട്ട കണ്ണിയായ CPM ആണ്. അപ്പൊ അങ്ങനെ ഒരു ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഉള്ളിൽ ഇതൊന്നും നമ്മുടെ എന്താ പറയാ കോൺഷ്യസ് ആയ മനസ്സിന്റെ ഉള്ളിലല്ല, അതിന്റെ പുറകിൽ കിടക്കുന്ന ചില പ്രതീക്ഷകളാണ്. അപ്പൊ അങ്ങനെ ഒരു സാമൂഹ്യ ഉടമ്പടി പ്രകാരം പൊതുരംഗത്ത് പ്രവർത്തകരായി ജോലിക്കാരായിട്ട് വന്നവരാണ് ആശാ വർക്കർമാർ. ആ ഉടമ്പടി വല്ലാതെ തകിടം മറിഞ്ഞു പോകുന്നു എന്ന ഒരു തോന്നൽ വരുമ്പോൾ ഒരു ഉടമ്പടിയിലെ കക്ഷിക്ക് സ്വയം ഉണ്ടാകുന്ന ഒരു ഉറപ്പുണ്ടല്ലോ. ഞാനൊരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേയാളും ഞാനും, അതിൽ ഒപ്പിട്ട മറ്റേയാളും ഞാനും തമ്മിൽ ഒരു പ്രത്യേകതരം തുല്യതയുണ്ട്. അത് നമുക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് നമ്മള് അസ്യൂം ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നമ്മള് കൂടുതൽ ചർച്ചയൊന്നും ഇല്ലാതെ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ നിശബ്ദ സമ്മതത്തിന്റെ പുറത്താണ് ഈ ആശാ വർക്കർമാർ സർക്കാരിനോട് സംസാരിക്കുന്നത്. അവരുടെ ആത്മവിശ്വാസം നിലനിൽക്കുന്നതും അതുകൊണ്ടാണ്. പക്ഷെ CPOയില് ഇപ്പൊ CPO നിയമനം ലഭിക്കാത്ത ആ പെൺകുട്ടികളുടെ സമരം എന്ന് പറഞ്ഞതിനേക്കാളൊക്കെ വളരെ സങ്കടകരമാണ്. അവിടെ ഭരണകൂടം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തോ ഒരു ദാതാവിനെ പോലെ, ജോലി കൊടുക്കേണ്ട ഒരു ദാതാവിനെ, ഒരു തൊഴിൽ ദാതാവ് പോലെ ഒരു വളരെ മുകളിൽ നിൽക്കുന്ന ഉപരിയായ ഒരു സ്ഥാനമാണ്. അപ്പം ആ ഏറ്റവും മുകളിൽ നിൽക്കുന്ന, നമ്മളെക്കാളൊക്കെ എത്രയോ ഉയരത്തിൽ നിൽക്കുന്ന ഒരു ശക്തിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ഇതുപോലെയൊക്കെ പലതരം ആത്മപീഡന രീതികളൊക്കെ ശ്രമിക്കാൻ തോന്നുന്നത് അതുകൊണ്ടാണ്. മറ്റവരുടെ ആണെങ്കിൽ ഈ മുടിമുറിക്കൽ എന്നൊക്കെ പറയുന്നത് അത് ഈ പറഞ്ഞ പോലെ വേറൊരു തരം ഡിഫയൻസ് ആണ്. അത് മറ്റേ എന്താ പറയാ നമ്മുടെ മാധ്യമങ്ങളൊക്കെ നിരന്തരം പറയുന്നത് പോലെ ആത്മപീഡനം മാത്രമൊന്നുമല്ല. ശരിക്കും ഈ ഉടമ്പടിയുടെ കേന്ദ്രത്തിൽ നിൽക്കുന്ന ഒരു പ്രത്യേക തരം സ്ത്രീത്വമുണ്ട്. സാമൂഹ്യ വികസന സ്ത്രീത്വം എന്നൊക്കെ പറയാവുന്ന വളരെ അത് നമ്മുടെ കേരളത്തിലെ വ്യവസ്ഥാപിത യാഥാസ്ഥിക സ്ത്രീത്വങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ത്രീത്വമാണ്. ആ സ്ത്രീത്വത്തെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നത് ഞങ്ങൾ തൊഴിലാളികളായി മാറുന്നു എന്നുള്ള മട്ടിൽ, അത് ഇറാനിലെ സ്ത്രീകളുടെയൊക്കെ മുടിമുറിക്കലിന് സമാനമായ ഒരു ആക്ട് ആയിരുന്നു. അതല്ലാതെ മാധ്യമങ്ങൾ പൊതുവെ പറയുന്നത് പോലെ സ്ത്രീത്വം നഷ്ടപ്പെട്ട് ഒരു സ്ത്രീത്വത്തിന്റെ അടിസ്ഥാന ചിഹ്നം അത് പഠിച്ചു കളഞ്ഞ സ്വയം പീഡിപ്പിക്കുന്നൊന്നുമല്ല. അത് ശരിയല്ല. അതുകൊണ്ട് ഈ രണ്ട് സമരങ്ങളും വളരെ വ്യത്യസ്തങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും സർക്കാരിന് ശ്രദ്ധ കിട്ടേണ്ട ഒരു സമരം തന്നെയാണ് ഈ CPO ഉദ്യോഗസ്ഥകളാകേണ്ട സ്ത്രീകളുടെ സമരം. കാരണം സ്ത്രീകളെ തൊഴിൽ രംഗത്ത് എത്തിക്കുക എന്നുള്ളത് വലിയ ഒരു ദൗത്യമായിട്ട് ചിത്രീകരിച്ച ഒരു സർക്കാരാണ് ഇതെന്ന് ആലോചിക്കണം.
സ്ത്രീകൾ തൊഴിൽ രംഗത്തില്ല എന്നത് കേരള മാതൃകയുടെ വലിയൊരു പോരായ്മയായിട്ട് സമീപകാലത്തെ കേരളത്തിന്റെ ഇക്കണോമിക് റിവ്യൂകളുണ്ടല്ലോ, എല്ലാ വർഷവും ഉണ്ടാകുന്ന സാമ്പത്തിക റിവ്യൂ ഡോക്യുമെന്റ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു പ്രയോറിറ്റി ഈ സർക്കാരിന്റെ വികസന ചിന്തകളിൽ ഇരിക്കെ ഇതുപോലെ ഒരു സംഘം സ്ത്രീകൾക്ക് വഴിവക്കിൽ വന്നിരുന്ന് ഞങ്ങൾക്ക് കിട്ടേണ്ട നിയമനം തരൂ എന്ന് നിലവിളിക്കേണ്ടി വരുന്നത് വലിയ കഷ്ടമല്ലേ? ആലോചിച്ച് നോക്കിയാൽ ആശാവർക്കർമാരുടെ സമരം ഈ പറഞ്ഞ പോലെ നിലനിൽക്കുന്ന ഒരു ഉടമ്പടിയുടെ തുടർച്ചയാണ്. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഉപന്യാസം ഈ പുസ്തകത്തിലുണ്ട്. അതിൽ വികേന്ദ്രീകൃതമായ ജനാധിപത്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ഇന്നത്തെ വെല്ലുവിളികൾ എന്നുള്ള ശീർഷകത്തിലാണ് ആ ലേഖനം വരുന്നത്. നേരത്തെ തന്നെ ഈ പുസ്തകത്തിൻ്റെ ചില താളുകളിൽ ഞാൻ വായിച്ചതിൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, കുടുംബശ്രീയുടെ ആന്തരിക ഘടനയെ തകർക്കുന്ന രീതിയിൽ UDFൻ്റെ സർക്കാരിൻ്റെ കാലത്ത് ഇടപെടലുണ്ടായപ്പോൾ അതിനെതിരെ സംസാരിച്ചതിനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് താങ്കൾ. ഒപ്പം തന്നെ കുടുംബശ്രീയുടെ ആന്തരിക ഘടനയ്ക്ക് അതിൻ്റെ ആ ഘടനയെ തകർക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾക്കെതിരായിട്ടുള്ള സൂചനകൾ നൽകിയതിനെക്കുറിച്ചുമൊക്കെ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ആശാസമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആശാസമരം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ സർക്കാരിൻ്റെ 4ാം വാർഷികം ഏപ്രിലിൽ തന്നെ വരാനും പോകുന്നു. ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എപ്പോഴും മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഭരണകൂടത്തിൻ്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമാകാൻ ശേഷിയുള്ള സ്ത്രീകളായിട്ട് വരാൻ നമ്മൾക്ക് കഴിയണമെന്നുള്ളതാണ്. അപ്പോൾ ആ സമരത്തിനൊരു ഫലപ്രാപ്തി ഉണ്ടോ ഇല്ലയോ എന്നതിനേക്കാൾ ഉപരി ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട്, ഉത്തരം നൽകേണ്ട ചോദ്യചിഹ്നമായിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പോൾ 4ാം വാർഷികം ആഘോഷിക്കുമ്പോൾ, ആഘോഷം എന്നുള്ള വാക്ക് ഞാൻ സവിശേഷമായിട്ട് എടുത്ത് പറയുകയാണ്, ആ ആഘോഷത്തിൻ്റെ മുന്നിലെ ഒരു ചോദ്യചിഹ്നമായിട്ട് ഇത് തുടരുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായും തുടരും, തീർച്ചയായും അത് തുടരുക തന്നെ ചെയ്യും. ഒന്നാമത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ സമരം ചെയ്യാൻ വന്നിരിക്കുന്നവര് എവിടുന്നെങ്കിലും ഉണ്ടായ ഏതെങ്കിലും പാവപ്പെട്ട കുറെ തൊഴിലാളികളൊന്നും അല്ല. അവര് പാവപ്പെട്ടവരാണ്. പക്ഷെ അവര് കേരളത്തിൽ 90-കൾ മുതലുണ്ട്, 1990-കൾ മുതൽ രൂപമെടുത്ത ഒരു പ്രത്യേകതരം രാഷ്ട്രീയ വ്യവസ്ഥയിലെ അവിഭാജ്യ ഘടകങ്ങളാണ് ഈ സ്ത്രീകള്. നേരത്തെ പറഞ്ഞ ആ സാമൂഹ്യ ഉടമ്പടിയുടെ ഒരു വശമാണ്. അവരെങ്ങനെ അത് വിട്ടിട്ട് പോകാൻ ഒരു സാധ്യതയുമില്ല. 4ാം വാർഷികത്തിന്റെ ആഘോഷവേളയിൽ തീർച്ചയായും അവിടെ ചോദ്യചിഹ്നമായിട്ട് അവരവിടെ കാണുന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. എന്ന് മാത്രമല്ല, ഈ സമരം ഒരു സാമൂഹ്യ സമരമായിട്ട് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സർക്കാർ വാതിലുകൾ കൊട്ടിയടിച്ചു ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന പ്രതീതി പോലും തരാത്ത ഒരു സർക്കാരാണിത് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് ഇപ്പോൾ കേരള സർക്കാർ ഇവരോട് ചെയ്യുന്നത്. പിണറായി വിജയൻ എന്ന ഒരൊറ്റ വ്യക്തിയുടെ ഇഷ്ടം മാത്രം നോക്കി ഒരു ഭരണം രൂപമെടുക്കുന്നത് കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യവസ്ഥയുടെ മുന്നിൽ മുൻപ് അവരുണ്ടാക്കിയ ഒരു ഉടമ്പടിയെ കുറിച്ച് യാതൊരു തരത്തിലും സംസാരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ നിൽക്കുന്നത്. പക്ഷെ ഈ ഉടമ്പടിയുടെ ഇപ്പുറത്തെ വശത്ത് നിൽക്കുന്ന ആൾക്കാര് അതങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, അതങ്ങനെ വിടാൻ പറ്റില്ല. ഇത് രാജഭരണ വ്യവസ്ഥയൊന്നും അല്ലല്ലോ. പെട്ടെന്ന് അതുവരെ ജനാധിപത്യത്തിൽ ജനങ്ങളായിരുന്ന മനുഷ്യർ പെട്ടെന്ന് പ്രജകളായിട്ട് മാറാനൊന്നും പോകുന്നില്ല. എന്തെങ്കിലും ഒരു കൈമടക്ക് കൊടുക്കാതെ, അതായത് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമോ അല്ലാത്തതോ ആയ സഹായങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ പാർട്ടിക്കാരെയും പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നവരെയും പ്രജകളാക്കി മാറ്റിയിരിക്കുന്നത് നമ്മുടെ സർക്കാർ. അതുപോലെ എല്ലാ ജനങ്ങളെയും അങ്ങനെ ആക്കാൻ എന്തായാലും പറ്റില്ല. അങ്ങനെ ഈ പ്രജാ നിലയിൽ നിന്ന് പുറത്തു നിൽക്കുന്ന മനുഷ്യരുടെ പ്രതികളായിട്ടാണ് ആശാവർക്കർമാര് സമരം കൊണ്ടിരിക്കുന്നത്. അവരുടെ സമരം ഒരു സാമൂഹ്യ സമരമായിട്ട് മാറും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. അവര് കേരളത്തിൽ ശരിക്കും എല്ലാ ഭാഗത്തും അവരുടെ വാക്കുകൾ എത്തും. ആ വാക്കുകൾ ശരിക്കും നമ്മളെ പുനർരാഷ്ട്രീയവൽക്കരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊരു പുതിയ ജനാധിപത്യ ഉണർവ് തന്നെയാണ്. അതെ, ഈ ഭരണകൂടത്തെക്കുറിച്ച് താങ്കൾ ഈ ലേഖനത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് പല ലേഖനങ്ങളിൽ സൂചിപ്പിക്കുന്നത് 2000 എന്ന് പറയുന്ന സവിശേഷ വർഷത്തിന് ശേഷം ഇന്ത്യയിൽ കാര്യമായിട്ട് ഭരണകൂടത്തെക്കുറിച്ചുള്ള സങ്കല്പവും ഭരണകൂടത്തിൻ്റെ പ്രവർത്തന രീതിയും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലെല്ലാം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭരണകൂടം എന്ന് പറയുന്നത് അങ്ങേയറ്റം ജാതീയമായിട്ട് മാറുന്നു. അത് നേരത്തെയും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ശക്തി കൂടുന്നു. അത് കേരളത്തിലും അതിൻ്റെ വ്യാപനം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരള
മാതൃക എന്നുള്ള വാക്ക് പക്ഷേ ഇതിൻ്റെയൊക്കെ മുകളിൽ സവിശേഷമായിട്ട് തിളങ്ങി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കേരള മാതൃകയ്ക്ക് അകത്ത് നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന നമ്മളെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പൗര സമൂഹത്തിന് ഈ ഭരണകൂടത്തിൽ നിന്നും മുറിവുകൾ ഏൽക്കുന്നു, ക്ഷതമേൽക്കുന്നു എന്നാണോ അത് പറഞ്ഞു വെക്കുന്നത്? കേരള മാതൃക എന്ന് നമ്മള് തിരിച്ചറിയുന്ന ആ ഒരു അവസ്ഥ, അത് 19-ാം നൂറ്റാണ്ടിന്റെ സംഭാവനയാണ്. അത് 19-ാം നൂറ്റാണ്ടിൽ തന്നെയാണ് അധികവും ഒതുങ്ങി നിൽക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൽ നമ്മള് ഈ കേരള മാതൃക എന്ന് പറയുന്ന അവസ്ഥയെ രണ്ട് തരത്തിൽ നമ്മൾ അതിൽ നിന്ന് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒന്ന്, അതിന്റെ അകത്തു നിന്നുണ്ടായ പല വൈരുദ്ധ്യങ്ങളും നമ്മളെ തുറച്ചു നോക്കുന്നു എന്നുള്ളതാണ്. അതൊന്ന്. അത് മാത്രമല്ല, അതിന്റെ പുറത്ത് കിടന്ന മനുഷ്യർക്ക് അവരുടെ ശബ്ദങ്ങൾ നീണ്ടുകിട്ടുകയും ആ ശബ്ദങ്ങൾ ഉപയോഗിച്ച് അവര് ഈ കേരള മാതൃകയെ വിമർശിക്കുകയും അതിനെ മറികടക്കാൻ വഴികൾ അതിന്റെ ഒഴിവാക്കലുകളെ മറികടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അത് ഒരു പ്രതിഭാസം. മറുവശത്ത് 21-ാം നൂറ്റാണ്ടിന് അതിൻ്റെതായ വെല്ലുവിളികൾ നമ്മളുടെ മുന്നിൽ വെക്കുന്നു എന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ആരോഗ്യ സംബന്ധം, ജീവസംബന്ധം എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്നതാണ്. ഇപ്പോ ആരോഗ്യ സംബന്ധം 20-ാം നൂറ്റാണ്ടിൽ ഇല്ലായിരുന്ന പല പ്രശ്നങ്ങളും 21-ാം നൂറ്റാണ്ടിൽ തലപൊക്കിയിരിക്കുന്നു. പുതിയ സാംക്രമിക രോഗങ്ങളാകട്ടെ, പ്രകൃതിക്ഷോഭങ്ങളാകട്ടെ, മനുഷ്യരുടെ ഇടപെടലുകൾ മൂലം പ്രകൃതിക്ക് സംഭവിക്കുന്ന ക്ഷതങ്ങൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന ഭീകരാവസ്ഥകളാകട്ടെ, മഹാമാരികളാകട്ടെ, ഇതൊന്നും 20-ാം നൂറ്റാണ്ടിൽ നമ്മൾ അത്രയൊന്നും നേരിട്ട പ്രശ്നങ്ങളല്ല. അതുപോലെ തന്നെയാണ് രാഷ്ട്രീയ രംഗത്തും നമ്മളൊട്ടും 20-ാം നൂറ്റാണ്ടിൽ കാണാത്ത തരത്തിലുള്ള ബന്ധപ്പെടലുകളും ഒക്കെ ഉണ്ടാകുന്നത് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോ 21-ാം നൂറ്റാണ്ടിന് അതിൻ്റെതായ വെല്ലുവിളികളാണുള്ളത്. അപ്പൊ നമ്മളുടെയൊക്കെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോഴും 20-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നു എന്നുള്ള മട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ഇവിടെ ഭരിക്കുന്ന അധികാരികൾക്ക് ആ ഒരു പ്രതീതി നിലനിർത്തുന്നതിൽ വലിയ താല്പര്യമുണ്ട്. 20-ാം നൂറ്റാണ്ടിലെ കേരള മാതൃക വഴിയുള്ള സാമൂഹ്യ വികസനമൊക്കെ നേടിയവരാണ്. ഇനി അതിൽ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ട കാര്യമേ ഉള്ളൂ. അല്ലാതെ ഇനി 21-ാം നൂറ്റാണ്ടിൽ ഇനി സവിശേഷമായ വല്ല പ്രശ്നങ്ങളുണ്ടോ? അതൊന്നുമില്ല. പിന്നെ ചില്ലറ ടെക്നിക് ഒരു മെഷീനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ തരത്തിൽ എണ്ണയൊക്കെ ഒഴിച്ച് ഇച്ചിരി വൃത്തിയാക്കിയും വല്ല റിപ്പയർ ഒക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന വല്ല സമൂഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള വെറും ഒരു കള്ളം, അങ്ങനത്തെ ഒരു പ്രതീതി ജനിപ്പിക്കാനാണ് അധികാരികൾ ശ്രമിക്കുന്നത്. പക്ഷെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അത്ര ലളിതമല്ല കാര്യങ്ങൾ എന്നാണ്. 21-ാം നൂറ്റാണ്ട് അതിൻ്റെതായ പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ 20-ാം നൂറ്റാണ്ടിലെ നേട്ടങ്ങളിൽ, കേരള മാതൃകാ നേട്ടങ്ങളെ വളരെ വളരെ സൂക്ഷിച്ച് വിമർശനാത്മകമായി പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് സൂക്ഷിച്ച് വിമർശനാത്മകമായിട്ട് പറയുമ്പോൾ നമ്മൾക്കൊരിക്കലും ലളിത കോമള പദാവലികൾ ഉപയോഗിക്കാൻ കഴിയില്ല. അത് പദാവലിയുടെ കാര്യത്തിൽ മാത്രമല്ല, പ്രവൃത്തിയുടെ കാര്യത്തിലും. അതുകൊണ്ട് ലിബറൽ ഫെമിനിസ്റ്റുകളുടെ ഉപരിപ്ലവമായിട്ടുള്ള ആഹ്വാനങ്ങൾ ഈ പുസ്തകത്തിൽ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് താങ്കൾ ആമുഖത്തിൽ തന്നെ എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ദണ്ഡനീതി ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കായിട്ട് ഈ പുസ്തകത്തിൽ വരുന്നു. നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിനെ കേന്ദ്ര സർക്കാർ മാറ്റുകയും അത് ദണ്ഡനീതി അടക്കമുള്ള വാക്കുകൾ അതിൽ ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ട് അതിനെ ഹൈന്ദവവൽക്കരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്ന പശ്ചാത്തലത്തിൽ ദണ്ഡനീതി എന്ന വാക്കിന് സവിശേഷമായ പ്രാധാന്യവുമുണ്ട്. ഇവിടെ ദണ്ഡനീതി എന്ന് പറയുന്ന ഒന്ന് ഭരണകൂടത്തിൽ നിന്ന് കൂടുതൽ ഏൽക്കേണ്ടി വരുന്നത് അടിസ്ഥാന വിഭാഗത്തിന്, ആദിവാസി വിഭാഗത്തിനാണ് എന്നൊക്കെ പറയുന്ന ചർച്ചകളും ഈ പുസ്തകത്തിൽ പ്രധാനപ്പെട്ട ഒന്നായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഇരകളായിട്ട് ഇപ്പോൾ നീതി എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ പോക്സോ കേസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ കൊള്ളാമല്ലോ, ഈ നിയമ സംവിധാനം കൊള്ളാമല്ലോ, എത്രയോ പേർ പിടിയിലാവുന്നു, ഈ രാജ്യത്ത് ആ രീതിയിൽ നടപ്പാവുന്നു നീതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഭിമാനിച്ച് പിൻവലിയുമ്പോൾ യാഥാർത്ഥ്യം മറ്റൊന്നാണ് എന്നാണല്ലോ പറയുന്നത്. എന്താണ് ആ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ക്രൂരത? ഈ ദണ്ഡനീതി എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണമുണ്ട്. കാരണം ഈ സ്ത്രീ സുരക്ഷ അല്ലെങ്കിൽ ബാലികളുടെ സുരക്ഷ ഇവയെ ഉന്നം വെച്ചിരിക്കുന്ന നിയമങ്ങളൊക്കെ തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള പലതരം എഗ്രിമെന്റുകളുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായവയാണ്. ഇന്ത്യൻ സിവിൽ സമൂഹം, ഫെമിനിസ്റ്റ് സിവിൽ സമൂഹമൊക്കെ അവ ആവശ്യപ്പെടുകയും ഈ അന്താരാഷ്ട്ര നെറ്റ്വർക്സിനോട് ചേർന്ന് നിന്ന് ആവശ്യപ്പെടുകയും അവ നടപ്പാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അതേസമയം ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന നിയമങ്ങളൊന്നും തന്നെ
എത്രത്തോളം സ്ത്രീകൾക്കും കുട്ടികൾക്കും ശരിക്കും ഉതകുന്നുണ്ട് എന്ന കാര്യം സംശയമാണ്. അതായത് ഇത് യഥാർത്ഥത്തിൽ ലിംഗനീതിയും ബാലനീതിയും ഒക്കെ നടപ്പാക്കേണ്ടതിന് പകരം ഇത് പലപ്പോഴും അധികാരികളോട് ഇഷ്ടക്കാരായിട്ട് നിൽക്കുന്ന അധികാരികൾക്ക് സമീപസ്ഥരായ കുറ്റവാളികളെ രക്ഷിക്കാനും അധികാരികൾക്ക് ഇഷ്ടമില്ലാത്തവരെ ശിക്ഷിക്കാനും വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ സത്യം. പലപ്പോഴും ഏറ്റവും അശരണരായ മനുഷ്യർ, ഇപ്പൊ ഉദാഹരണത്തിന് വയനാട് കേരളത്തിലെ ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ചെറുപ്പക്കാര് അവരുടെ പരമ്പരാഗത രീതി പ്രകാരം നേരത്തെ ഈ സോക്കോൾ പ്രായപൂർത്തിയാകാത്ത എന്ന് പറയപ്പെടുന്ന പെൺകുട്ടികളെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അത് അവരുടെ പാരമ്പര്യ പ്രാക്ടീസാണ്. അപ്പോൾ ആ പ്രാക്ടീസ് അടുത്ത കാലത്ത് കോടതി വന്ന് ഇടപെടുന്നത് വരെ ഏറ്റവും അധികം ഈ പോക്സോ കേസിൽ പിടിച്ചകത്തിട്ടിരുന്നത് ഇത്തരം കുട്ടികളെയാണ്, ഈ ദലിത് ആൺകുട്ടികളെയും പുരുഷന്മാരെയും ആണ്. അപ്പോ ഇത് എന്നാൽ അതേസമയം ഈ നമുക്ക് നന്നായിട്ട് അറിയാം മറ്റു പല വിഭാഗങ്ങൾ വളരെ പവർഫുൾ ആയിട്ടുള്ള വിഭാഗങ്ങളുടെ ഇടയിലാണെങ്കിൽ ഇത് പലപ്പോഴും ഉപയോഗിക്കാതെ പോവുകയോ അല്ലെങ്കിൽ വളരെ വളരെ ഈസിയായ രീതിയിൽ വളരെ എന്താ പറയാ ലാഘവത്തോടു കൂടി മാത്രം ഉപയോഗിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ പതിവാണ്. വളരെ അപൂർവം കേസുകളിലാണ് ശരിക്കുള്ള കാര്യമായ ഒരു കൺവിക്ഷൻ ഉണ്ടാകുന്നത്. അപ്പൊ ഉണ്ടാകുന്നത് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ ഇപ്പൊ കൺവിക്ഷൻ ഉണ്ടാകുന്ന കേസുകളുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ അവരൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ സമൂഹത്തിന്റെ കീഴ്ത്തട്ടിൽ കിടക്കുന്ന മനുഷ്യരാണ് ഇതിലെല്ലാം പെടുന്നത് എന്നുള്ളതാണ് കാര്യം. ഉന്നത ബന്ധങ്ങളുള്ള ആരെയും തന്നെ ഇത് പക്ഷെ എന്ന് വെച്ചിട്ട് ഈ നിയമങ്ങളൊന്നും വേണ്ട എന്നല്ല അർത്ഥം. ഈ നിയമങ്ങൾ ദണ്ഡനീതിയിൽ പേരെടുക്കുന്ന നിയമങ്ങളെ അങ്ങനെ അല്ലാത്ത രീതിയിൽ പ്രയോഗിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതിയാകും എന്നുള്ള ചിന്ത ഇന്ത്യൻ ഫെമിനിസത്തിൽ നിരന്തരമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ പ്രയോഗത്തെ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചുമാണ് അവര് റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഇതിലിപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന ഈ ദളിത് വിഭാഗങ്ങൾ അടക്കമുള്ളവർക്ക് പോക്സോ കേസുകളുടെ എണ്ണം കൂടുന്നു, അതിൽ ഇരകളാക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന വരേണ്യതയെക്കുറിച്ച് കൂടി ഈ പുസ്തകത്തിൽ താങ്കൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ തമ്മിലുള്ള ഈ സംഭാഷണം ദീർഘമായിട്ടും പോകേണ്ടതാണ്, ഇനിയും നിരവധി വിഷയങ്ങൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. നമ്മളുടെ സമയം പക്ഷേ കഴിയുകയും ചെയ്തിരിക്കുന്നു. എങ്കിലും ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം ഇനിയുള്ള നാളുകളിലും തുടരേണ്ടതുണ്ട്. ഇത് ഒരേ സമയം ഒരു റഫറൻസ് പുസ്തകം എന്ന നിലയ്ക്കല്ല, മറിച്ച് നിരന്തരം ഇതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് കേരളത്തിലെ സ്ത്രീപക്ഷവും പുരുഷപക്ഷവും അടങ്ങുന്ന പൊതുസമൂഹത്തിന് മുഴുവനും ഊർജ്ജം ആവാഹിക്കാൻ കഴിയുന്ന ജാഗ്രതയുള്ള ധാർമ്മികതയെ മുൻനിർത്തിയിട്ടുള്ള ആഴത്തിലുള്ള ഗവേഷണ പഠനങ്ങളാണ് ഈ പുസ്തകം. സത്യവാദിനിയും സ്വാതന്ത്ര്യവാദിനിയും DC ബുക്സ് ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 499 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില. ഈ നിമിഷം നമ്മോടൊപ്പം വന്ന് ഇത്രയധികം ഗൗരവമേറിയ വിഷയങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ പുസ്തകത്തെക്കുറിച്ചും സംസാരിക്കാൻ വന്നതിൽ വളരെയധികം നന്ദിയും സന്തോഷവും അറിയിക്കട്ടെ ഡോക്ടർ ജയദേവിക. താങ്ക് യു വെരി മച്ച്. എനിക്കും വളരെ സന്തോഷമുണ്ട്. നന്ദി ബനേഷ്.